എന്തോന്നാച്ചാ ഇത്? പരസ്യമായിട്ടങ്ങ് വെച്ചു കിടത്തുകയാണല്ലോ. അല്ലാതെ ഇനിയിപ്പോ രഹസ്യമായിട്ടും തോന്നുന്നു. അല്ലേ? ഇതൊക്കെ വിധിയാ പവിത്ര. അതത്രേ ഉള്ളൂ. എന്നാ അച്ചായം പൊക്കോ. കണ്ടപ്പോഴെങ്ങ ഒന്നും ചോദിക്കാതെ പോകുന്നെന്ന് വിചാരിച്ച് ചോദിച്ചതാ. നമ്മുടെ പെമ്പ്രന്നോത്തിക്ക് സുഖമാന്നേ? ഓ, അയ്യോ, മോട്ടിക്കുന്നതാ. വാച്ചും മാലയും ഒക്കെ ആയിട്ട് എവിടോ ഒരു നല്ല കോള് കിട്ടിയിട്ടുണ്ട്. അതാ. അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായിട്ടിട്ടുകൊണ്ട് നടത്തി. അതിന്നിപ്പോ അച്ചായനെ കാണിക്കാൻ വേണ്ടിട്ടിട്ടതായിരിക്കും. കണ്ണുകടി സഹിയല്ലേ. എന്റെ അച്ചായൻ നോക്കിക്കോ, ഒരു ദിവസം എല്ലാം കൂടെ പോലീസ് ഒന്ന് നുള്ളി പറക്കിക്കൊണ്ട് പോകും. അതുപോലെ അല്ല ഇത്. പവിത്രൻ ഈയിടെ വച്ചടി കയറ്റമാണെന്നാ നാട്ടുകാർ പറയുന്നു. കണ്ടാലും അത് അറിയാനും. കേറ്റം. ഇന്നലെയും ഞാൻ കണ്ടതാ അങ്ങേരുടെ ആ ഭാര്യയെ അരിക്കച്ചവടത്തിന് നടക്കുന്നു. അതെന്തോ നാട്ടിൽ അങ്ങനെ ഒരു സംസാരമാണ്. അങ്ങേര് ഇനിയിപ്പോ അങ്ങ് കോടീശ്വരനായാലും എനിക്കൊരു മനസ്താപവും ഇല്ല. മാമച്ചായം വാ, വന്നിവിടുന്ന് ഉറങ്ങ. എന്തോന്നാ മാമച്ചായ, മെല്ലിന് പുതിയ പേരിട്ടോ? അല്ല പഠിക്കരേ, ഓരോ എംബോക്കികളുടെ പണി. നടപ്പടിക്കൽ ആഭാസങ്ങൾ എഴുതി വെക്കുക. അല്ല, ഇതാരാ ചെയ്യുന്നെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലേ. ആരാ? മറ്റവൻ തന്നെ. രാത്രി മോട്ടിക്കാൻ ഇറങ്ങിയിട്ടൊന്നും കിട്ടാതെ വരുമ്പം അരിശം നിൽക്കുന്നതാ. പൗത്തന്നെയാണോ പറയുന്നത്? അവനിപ്പം മോട്ടിക്കാനും നിങ്ങളുടെ ബോർഡ് എഴുതാനൊന്നും നടക്കാൻ നേരമില്ല. അവനിപ്പോ ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. ഏതായാലും അവൻ ഇപ്പം പഴയ കള്ളം പോത്തന്നെ. നിധി കിട്ടിയായിരിക്കും. നിധി കിട്ടിയെന്നോ, നോട്ടടവെപ്പാണെന്നോ, പേശയ്ക്ക് ആള് കയറ്റിലാണെന്നോ പലതും കേൾക്കുന്നുണ്ട്. ലക്ഷം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ പേർക്ക് 5 പേരെ കണ്ടവും 15 സെന്റ് പുരയോടും അവൻ എഴുതിക്കുക. പിന്നെ നാളെ ആ പ്രമാണം ഞാനാ ഒരു സാക്ഷി. നിങ്ങൾക്ക് വിശ്വാസമല്ലേ? വിശ്വസിക്കണ്ട. முதலாவது பிறந்தநாளை கொண்டாடுகிறார். இவரை அம்மா, அப்பா, பெரியப்பா, பெரியம்மா, தாத்தா, சித்தப்பா, சித்திமார், பாட்டி, உற்றார் உறவினர்கள் வாழ்த்துகிறார்கள். தமிழ்நாடு வட ஆட்காடு மாவட்டம் போலூர் தாலுகா கேட்டவரம் பாளையத்தைச் சேர்ந்த பவுல் சாந்தகுமார் முதலாவது பிறந்தநாளை குதூகலமாக கொண்டாடுகிறார். അച്ഛനും മക്കളും കൂടെ ഇവിടെ ഇങ്ങനെ സൗന്ദര്യം കണ്ടുണ്ടെന്നാ പറ്റുകയല്ല. അച്ഛനോട് ചോദിച്ചിട്ട് പോ. അച്ഛാ, പോയിട്ട് വാ. അവിടെ പോയി കണ്ട കച്ചറ പിള്ളേരുമായിട്ട് ഉച്ചൂടെ നിൽക്കരുത് കേട്ടോ. വല്ലതൊക്കെ ഇട്ട് പഠിച്ചോണം. To be held next month. To Soviet President Brezhnev
have said that Poland will be able to defend the general. എടാ എടാ പിള്ളാരെ, ഒന്നുമില്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞമ്മയല്ലോടാ മക്കളെ, ഒന്ന് നില്ലേ. നിങ്ങളിൽ ആര് വിചിത്രൻ, ആര് ചിത്രൻ? ഞാൻ വിചിത്രൻ, മറ്റേത് ചിത്രൻ. നിങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ കഥകള്. ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ, പണ്ടല്ലയോ പറഞ്ഞത്. ചേടാ വേന്ദ്ര, എടാ വിചിത്ര, അവിടെ നിന്നില്ലേ, ഒരു കാര്യം ചോദിക്കട്ടെ. എടാ നിൽക്കാനെ, കുഞ്ഞമ്മയെ പറയണേ, നിൽക്കടാ. അണ്ണമ്പാ, ഞാൻ വന്നോളാം, നീ നടന്നോ. എടാ പോകണ്ടാടാ, അതിപ്പോ എന്തോന്ന് അങ്ങനെ ഒരു അധികാരം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും. നീ എന്റെ വയറ്റിൽ പിറക്കണ്ടവൻ. അച്ഛൻ തീർപ്പിച്ചു തന്നതാണോ കടുക്ക? കുഞ്ഞമ്മ ഒരു കാര്യം ചോദിച്ചാ നേര് പറയാമോ? നേരായിട്ടും. എടാ മോനെ, നിന്റെ അച്ഛൻ എവിടെ നടാ ഇതിനു വേണ്ടി കാശ്? നിനക്കറിയാം, പറയാത്തതാ. ദേ, ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട്? എവിടെ നടാ, നിധി കിട്ടിയതാണോ? പിന്നെ കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടയ്ക്കിടയ്ക്കൊരു പാമ്പ് വന്ന് കാണും, വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ, ചുമന്ന ഒരു കല്ല് തിളങ്ങും. പടാ, കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിലും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്റെ ചുക്കുറു ഞാനും അരിഞ്ഞെടുക്കും. ഓ, അങ്ങേരുടെ അല്ലയോ മോന്, പിന്നെ എങ്ങനെ? കാപ്പി അവിടെ ഇരുന്നോട്ടെ, പാത്രം ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാം. വാടിയുടെ മറ്റേത് പവിത്രണ്ണാന്നും പറഞ്ഞ് പുറയെന്ന് മാറത്തില്ലായിരുന്നല്ലോ. ഇപ്പഴെന്തെന്നാ കണ്ടിട്ടൊരു വലിയ കനപ്പ്. പരീക്ഷ ജയിച്ചോടി. എടി, നിന്നെ പീസിൽ നിന്ന് പഠിപ്പിച്ചോടാ ചോദിക്കുന്നേ, പരീക്ഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറുമാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ ഇവിടെ പോയിട്ട് വരുന്നു? മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. പൊക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിലാക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം. ഇല്ലേ പിന്നെ കുശുമ്പ് പൂത്തന്മാർ പറഞ്ഞുണ്ടാക്കിയനെ ഞാൻ അവളെ അനിയത്തെയും വെച്ച് കാശുണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അധ്വാനിക്കാം, പിന്നെ ദൈവാധീനവും വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ, പ്രൈവറ്റ് ബിസിനസ്. ഇനി ഇതങ്ങ് മതിയാക്കാൻ പറയാം. നാണക്കേട്. വാ, ബാക്കി എന്തും
ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താൻ കേൾക്കുന്നുണ്ടോ കുറിപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കോച്ചേ. മോശം ഒരു മോശവുമില്ല. ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി. ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറുപ്പിയേട്ടൻ ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട. പക്ഷേ വല്ലവരുടെയും കൈ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോകണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതും ആ എരപ്പേരുടെ മില്ല്. അതിന് വേറെ മില്ലില്ലാഞ്ഞിട്ടല്ലയോ? ഉണ്ടേ ഞാൻ അങ്ങേരുടെ മില്ല് കൊടുത്തയക്കോ? ആട്ടെ, വേറെ മില്ലുണ്ടോ നീ? പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സോ? ആദ്യം ഈ തറ വർത്താനം നിർത്ത്. നീ എന്താ പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എന്തോന്ന്? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോകുകയല്ലോ? ഇല്ല. കുറുപ്പേ, നമ്മളാ കവലയുടെ അടുത്ത് എഴുതിച്ച 5 സെന്റ് സ്ഥലം എങ്ങനെ മില്ല് തുടങ്ങാൻ കൊള്ളാം? സാറേ, തമാശ പറയാം. ചോദിച്ചൊരു ഉത്തരം പറ കുറുപ്പേ. കൊള്ളാവോ? കണ്ണായ സ്ഥലം, ഏത് നിലയ്ക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു. ജാനേ, നീ കൊടുത്തയച്ചു കുത്തിച്ചു. പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. മനസ്സിലായോ? മില്ല് സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങേര് കാണിച്ചു തരും. ഒന്ന് ചുമ്മാ ഇരി എന്റെ പണിക്കരെ. വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ? കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ, പലതും തുടങ്ങാം, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ല. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ, വിരലിട്ട് അകത്ത് പോകും. അരി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും വിവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വീരക്കേട് പറയുന്നത്? അതിന് അങ്ങേര് അവിടെ നിന്ന് മിഷൻ ഓടിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയിൽ നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക, അപ്പായിന്റ്മെന്റ് 6 പോലും പോയി കഴിഞ്ഞു. മാമച്ചൻ വെറുതെ അവനോട് കയറി ഉരയ്ക്കാൻ പോകണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവനല്ല. വാ, 4 കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാറി മാറ്റി അവന്റെ പറയും. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും. അന്നേ കളിയും നിൽക്കും. ഇച്ചയ്ക്ക് ഇത്രയും അതിശയം. അപ്പൊ എന്റെ വിഷയം ഞാൻ ആരോട് പറയും? അതെ അതെ, വല്ല സിദ്ധിയോ മറ്റോ ഉണ്ടോ എന്തോ. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു മില്ലെന്ന് പറഞ്ഞ അവിടെ മില്ല്. എനിക്കിപ്പോ വന്ന് എന്തെങ്കിലും അങ്ങേരോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ. നിന്റെയും പിള്ളേരുടെയും തലയിലെടുത്ത് നല്ലതാ, അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളയരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ, അത് പിന്നെ ഞാൻ വിടുവോ? അല്ല, കോളനിയാ ലക്ഷം വിടാന്നൊക്കെ വിചാരിച്ച്. കൊള്ളാം, കോളനി ആയാൽ എനിക്കെന്താ ഇച്ചയി, ഞാൻ എന്നും ഞാൻ തന്നെയാ.